ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് താഴെ 4 ബെഡ്റൂം വരുന്ന, മുകളിലില്ല, അപ്സ്റ്റെയർ ഇല്ല, ഫസ്റ്റ് ഫ്ലോർ മാത്രമുള്ള വീടാണ് വരുന്നത്. ഏകദേശം ഒരു 4000 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. അതിൻ്റെ വയറിങ് കാര്യങ്ങൾ നമുക്ക് എങ്ങനെ DBയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഡീറ്റെയിൽസ് വീഡിയോയുടെ നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന DB L&Tയുടെ DBയും അതുപോലെ തന്നെ വീഗാർഡിൻ്റെ DB ഏത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. കൊടുത്തിരിക്കുന്ന 3 ഫേസിൻ്റെ DB ആണ്, അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. 3 ഫേസിൻ്റെ DB 8 DB ആണ്. 8 DB എന്ന് പറയുന്ന സമയത്ത് ഒരു ഫേസിൽ 8 MCB കൊടുക്കാം, 8 സർക്യൂട്ട്. അപ്പോൾ 3 ഫേസ് ആകുമ്പോൾ 24 സർക്യൂട്ട് കൊടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് വന്ന് നേരെ പൈപ്പുകൾ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. 2 സൈഡിൽ നിന്നും മുകളിൽ നിന്നൊക്കെ നമ്മൾ പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട്. കാരണം ഏകദേശം നിങ്ങൾക്കറിയാം, 4 ബെഡ്റൂമും അത്യാവശ്യം കിച്ചൺ, വർക്ക് ഏരിയ എല്ലാം വരുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർക്യൂട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പൈപ്പ് കൊണ്ടുപോയിരിക്കുന്നത്, നമ്മളെല്ലാം തന്നെ കൊണ്ടുപോകുന്നത് DBയിൽ നിന്ന് കൊണ്ടുവന്ന് 1 ഇഞ്ച് പൈപ്പാണ്. അതായത് 25 mm പൈപ്പുകളാണ് കംപ്ലീറ്റ് കൊണ്ടുപോയിരിക്കുന്നത്. ഇവിടെ ലെൻറ്റിൽ കാര്യങ്ങളൊക്കെ പല ഹൈറ്റിൽ വന്നുകൊണ്ടാണ് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത്. പല അളവിലാണ് നമുക്കിത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്കും നല്ല രീതിയിൽ തന്നെ പൈപ്പുകളാണ് കൊടുത്തത്. നേരെ ആ കാണുന്ന ഏരിയകളിലാണ് 4 ബെഡ്റൂം വരുന്നത്. 4 ബെഡ്റൂമിന് വരുന്ന ഏരിയയിലേക്ക് സെപ്പറേറ്റ് 2 പൈപ്പ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് 2 1 ഇഞ്ച് പൈപ്പ്. അത് കൂടാതെ തന്നെ നമ്മൾ റൂമുകളിലേക്ക് സെപ്പറേറ്റ് പൈപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. റൂമുകളിലേക്ക് 4 ബെഡ്റൂമിലേക്കും 4 സെപ്പറേറ്റ് 1 ഇഞ്ച് പൈപ്പുകൾ കൊടുത്തത് കൂടാതെ സെപ്പറേറ്റ് 2 1 ഇഞ്ച് പൈപ്പുകൾ കൂടി കൊടുത്തിട്ടുണ്ട്. അത് വേറൊന്നിനുമല്ല, നമ്മൾ അത്യാവശ്യം ലീഡ് കാര്യങ്ങളൊക്കെ സർക്യൂട്ട് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഏരിയയിലേക്ക് കിച്ചണിൻ്റെ ഏരിയ വരുന്നുണ്ട്, വർക്ക് ഏരിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞ ഹാള് വരുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഒരുപാട് ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ സർക്യൂട്ട് പോകുന്നതിനും അതുപോലെ തന്നെ നമ്മൾ പല വയറുകളൊക്കെ വലിച്ച് എടുക്കുന്നതിനും, അതായത് ഒരു സ്ഥലത്ത് നിന്നുള്ള നമുക്കിപ്പോൾ ഹാളിൻ്റെ ഒരറ്റത്തായിരിക്കും ചിലപ്പോൾ ഒരു ലൈറ്റ് വരുന്നത്, ചിലപ്പോൾ ഇങ്ങേ അറ്റത്തേക്കായിരിക്കും അതിൻ്റെ സ്വിച്ച് ബോർഡ് വരുന്നത്. അപ്പോൾ രണ്ടറ്റത്തേക്കും പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വയർ ടൈറ്റ് ആവാതിരിക്കുന്നതിനായിട്ട് ലാവിഷായിട്ട് തന്നെ വയറ് കാര്യങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് പൈപ്പ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. എല്ലാം കൊടുത്തിരിക്കുന്നത് 25 mm പൈപ്പുകൾ കൊടുത്തിരിക്കുന്നത്. 25 mm പൈപ്പ് തന്നെ നമ്മൾ കൊടുക്കുക, എണ്ണം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ ഇൻഡക്ഷൻ കറണ്ട്, അതായത് വയർ ടൈറ്റ് ആയി കഴിഞ്ഞ് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കറണ്ട്, അതായത് സ്വിച്ച് ഓഫ് ചെയ്ത് കിടന്നാലും ബൾബുകൾ പ്രകാശിക്കുന്ന ഒരവസ്ഥ പല വീടുകളിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം ആവശ്യത്തിന് പൈപ്പില്ലാത്തതാണ്. വയർ ടൈറ്റ് ചെയ്ത് ആ പൈപ്പിലൂടെ വലിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നീട് അതൊരിക്കലും മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാക്സിമം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പൈപ്പുകൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ഈ വയറിങ്ങിൽ വരുന്ന സമയത്ത് ഇൻഡക്ഷൻ കറണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. 2 3 കുറച്ച് പൈപ്പ് കൂടുതൽ വന്നു എന്ന് വിചാരിച്ചിട്ടൊന്നും തന്നെ സംഭവിക്കാനും പോകുന്നില്ല. അപ്പോൾ DBയിലേക്ക് വരുന്ന 2 സൈഡിൽ നിന്നുമായിട്ടാണ് പൈപ്പുകൾ കൊണ്ടുവന്നിരിക്കുന്നത്. DBയിലേക്ക് നമ്മൾ വന്നിരിക്കുന്ന പൈപ്പുകൾ ഏകദേശം ഒരു 12-13 പൈപ്പുകളോളം 2 സൈഡുകളിൽ നിന്നായിട്ട് വന്നിട്ടുണ്ട്. 1 ഇഞ്ച് പൈപ്പുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണണം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്യൂട്ടുകളുടെ എണ്ണം കൂടുതലായതുകൊണ്ടാണ് പൈപ്പ് ഇത്രയും വരുന്നത്. ഇനി എങ്ങനെയാണ് ഇതിനെക്കുറിച്ചിട്ട് ഓരോ റൂമുകളിലേക്ക് സർക്യൂട്ട് എത്ര എണ്ണം, ഏതൊക്കെ വേണം, പവർ സർക്യൂട്ട് എങ്ങനെയൊക്കെ വേണം എന്നറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.